ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രഭാതവചനത്തിൽ വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ദൈവരാജ്യം കാണുവാൻ നാം എങ്ങനെ പുതുതായി ജനിക്കണം. ദൈവരാജ്യം കാണുവാനായി നാം എങ്ങനെ പുതുതായി ജനിക്കണം. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, യേശുവിനോട് ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഈ വേദഭാഗം നാം നോക്കുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ ആ ഭാഗം നാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആ വേദഭാഗം 1-ാം അധ്യായം മുതൽ 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കേണ്ടതുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദെമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞ ഭാഗമാണ് 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അതായത്, നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം നമ്മുടെ മാതാപിതാക്കളുടെ കൃപയാൽ നാം ഓരോരുത്തരും മാമോദീസ സ്വീകരിക്കുകയും മൂറോൻ അഭിഷേകത്താൽ ആദ്യ കുർബാനയുടെ അനുഭവത്താൽ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ നമ്മൾ ഈ പാപപങ്കുലമായ ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണ നമ്മൾ ഓരോരുത്തരും പാപത്തിൻ്റെ ആ വഴിയിലേക്ക് വീഴാൻ സാധ്യത ഉള്ള ആ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് നാം മറന്നു പോകാതിരുന്നാൽ മതി. അങ്ങനെ അതിൽ നിന്നും ആ പാപത്തിൽ എൻ്റെ മാതാവ് എന്നെ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞ ആ ഒരു 51-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന ആ ഭാഗം, അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും മാമോദീസ ഏറ്റത്. മാമോദീസ ഏറ്റതിന് ശേഷം നാം അതിന് പ്രകാരം ജീവിക്കാതെ അകൽക്കർസായുടെ പിടിയിൽപ്പെട്ട് നാം തെറ്റുകളിൽ നിന്നും തെറ്റിലേക്ക് പോകുന്നതായ ഈ സാഹചര്യത്തിൽ അതിൽ നിന്നും തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, പുതുതായി ജനിച്ചിട്ടില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് യേശു നിക്കോദെമോസിനോട് പറയുന്നത്. അതായത്, നാം നമ്മെ തന്നെ പരിവർത്തനം ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ സാഹചര്യങ്ങൾ നമ്മൾ ചേഞ്ച് ആക്കേണ്ടതുണ്ട്. അതായത്, ഓൾ ആർ ദി വിക്ടിം ഓഫ് ദി ചേഞ്ച് എന്ന് പറയും. സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. ആ സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാകാതെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതായ ആ മാർഗത്തിലൂടെ നാം മുമ്പോട്ട് ജീവിക്കുന്നുവെങ്കിൽ, നാം അവൻ കാണിച്ചു തന്നതായ ആ പാതയിലൂടെ സഞ്ചരിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നാം 2 നേരമെങ്കിലും പ്രാർത്ഥിക്കുകയും ഇടപെടാതെ സൽപ്രവൃത്തികൾ ചെയ്യുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ അതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഒരു കാര്യം മാത്രം മനസ്സിൽ ഉറപ്പിച്ചാൽ മതി, ഞാൻ ഇന്നു മുതൽ ആരെയും സഹായിച്ചില്ല എങ്കിലും ഞാൻ ഒരു മനുഷ്യനെയും ഉപദ്രവിക്കുകയില്ല എന്നുള്ള ഒരു സത്യപ്രതിജ്ഞ സ്വയം ചെയ്യുകയും ആർക്കും നിങ്ങൾ സഹായം ചെയ്തില്ല എങ്കിൽ തന്നെയും ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു സഹായമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് അതിന് പ്രകാരം ജീവിക്കുകയും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുകൂടി നാം എപ്പോഴും ഒരു ശുഭചിന്തകനായി മുമ്പോട്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അതിനു വേണ്ടിയിട്ട് നാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി എഴുന്നേൽക്കുകയും എന്ത് കാര്യം തുടങ്ങിയാലും പ്രാർത്ഥനയോടുകൂടി തുടങ്ങുകയും ആ കാര്യം പര്യവസാനിച്ചു കഴിയുമ്പോൾ നന്ദി പറയുകയും ചെയ്യുന്നവരായാൽ മതി. അങ്ങനെയാണ് നമുക്ക് വീണ്ടും ജനനം ഉണ്ടാകുന്നത്. അതായത്, നാം നമ്മെ തന്നെ ഒന്ന് തിരുത്തിയാൽ മതിയാകും. ഈ ലോകത്തിൽ സ്വർഗവും നരകവും നമ്മളുടെ പ്രവൃത്തി മൂലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈ ലോകത്തിൽ നമുക്ക് സ്വർഗീയ സുഖം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം ഈ ലോകത്തിന് സ്വർഗത്തിന് തുല്യമായി കാണണം. അപ്പോൾ നമ്മളുടെ ദൗത്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് രക്ഷകൻ നമുക്ക് കാണിച്ചു തന്നതായ ആ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കും. പിതാവ് തൻ്റെ മകനെ ഈ ലോകത്തിലേക്ക് നമ്മെ രക്ഷിപ്പാനായിട്ട് അയച്ചു. ആ അയച്ചതിന് പ്രകാരം അവൻ ഈ ലോകത്തിൽ വന്ന് സ്നാപക യോഹന്നാനിൽ നിന്നും മാമോദിസ ഏറ്റതിന് ശേഷം അവൻ
മരുഭൂമിയിലേക്ക് പോയി. ആ മരുഭൂമിയിൽ അവനെ സാത്താൻ പരീക്ഷിച്ചുവെങ്കിലും അവനെ പിന്നിലാക്കിയതിന് ശേഷം അവൻ്റെ പരസ്യ ശുശ്രൂഷയിൽ വന്ന് 3 വർഷത്തിൽ പരം വർഷങ്ങൾ അവൻ പരസ്യ ശുശ്രൂഷ ഗലീല, യഹൂദ്യ എന്ന സ്ഥലങ്ങളിൽ അവൻ നടത്തിയതായി നമുക്ക് എവർക്കും അറിയാം. ആ അവസരത്തിൽ അവൻ പറഞ്ഞതായ ഓരോ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുവെങ്കിൽ അവനെ അവൻ്റെ പിതാവ് ഏൽപ്പിച്ചതായ ആ കർത്തവ്യം നിർവഹിച്ചതിന് ശേഷം അവൻ തിരിച്ച് ആ പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചുപോയി. അതുപോലെ നാം ഓരോരുത്തരും ഈ ലോകത്തിൽ താൽക്കാലിക ജീവിതത്തിന് വേണ്ടിയിട്ട് കടന്നു വന്നവരാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കർത്തവ്യമുണ്ട്. ആ കർത്തവ്യങ്ങൾ നിറവേറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകാവൂ. ആ കർത്തവ്യങ്ങൾ നമ്മളെ ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ഭവനത്തിൽ പിതാവാണെങ്കിൽ പിതാവിൻ്റെതായ ഡ്യൂട്ടി അവൻ ചെയ്യേണ്ടതുണ്ട്. മാതാവാണെങ്കിൽ മാതാവിൻ്റെതായ ഡ്യൂട്ടി അവൻ ചെയ്യേണ്ടതുണ്ട്. മകനാണെങ്കിൽ, മകളാണെങ്കിൽ, മരുമകനാണെങ്കിൽ ഓരോരുത്തർക്കും അവൻ്റെതായ ആ കർത്തവ്യങ്ങൾ കൊടുത്തിരിക്കുന്നത് അവർ നിറവേറ്റുന്നുവെങ്കിൽ അതിനെ നമുക്ക് വീണ്ടും ജനനമെന്ന് പറയാം. ദൈവരാജ്യം നമുക്ക് കാണുവാൻ നമുക്ക് താല്പര്യമുണ്ട്. എന്നാൽ നമ്മുടെ പ്രവൃത്തി ഒരിക്കലും ശരിയല്ല. ആയതിനാൽ നമുക്ക് സ്വർഗരാജ്യം കാണുവാൻ സാധിക്കുമോ എന്ന് അറിയില്ല. ആയതിനാൽ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം അതിനൊക്കെയും ഇടവരത്തക്കവണ്ണം നമ്മളെ തന്നെ ഒന്ന് തിരുത്താം. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ഓർക്കാം. യേശു നിക്കോദിമോസിനോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞ ആ ഭാഗം നമുക്ക് ഒരിക്കൽ കൂടി ചിന്തിക്കാം. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് തിരുത്താം. നാം ദൈവവേദലായി ജീവിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൽ സുഖം അനുഭവിക്കാതെ നമ്മൾ പോവുകയില്ല. ആ യോബിനെ ഒന്ന് നോക്കിക്കേ. യോബ് സാത്താൻ്റെ വഞ്ചനയാൽ, സാത്താവിൻ്റെ പ്രേരണയാൽ ദൈവം പോലും കൂടെ അവനെ കഷ്ടത്തിൽ ആക്കുവാൻ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ യോബിൻ്റെ ദൃഢനിശ്ചയം അവനെ എല്ലാവിധ സുഖങ്ങളോടുകൂടി ഈ ലോകത്തിൽ തിരിച്ചു വന്ന് ജീവിക്കുവാൻ അവന് സാധിച്ചതായി നാം ഓരോരുത്തരും കാണുന്നുണ്ട്. വിശ്വാസമെന്നത് വാശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നുവെന്ന് നമുക്ക് എബ്രായ ലേഖകൻ പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും നമ്മളപ്രകാരം വിശ്വസിക്കുന്നുണ്ടോ എന്ന് നാം നോക്കേണ്ടതുണ്ട്. നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.